ഞാൻ ഇവിടെ നിക്കുക. വാവ ഡാൻസിന് പോവുക. കുഞ്ഞാവ ഇവിടെ നിക്കുക. പോന്നോ? ആ കിട്ടണടി. ആ എന്നോട് അറിയണേ. ഞാൻ പറഞ്ഞേ ആരെന്റെ ഇതെടുത്ത് എന്താ ലിപ്സ്റ്റിക് എടുത്ത് കളിക്കായിരുന്നു. മാളുവിന്റെ മേലൊക്കെ തോണ്ടി തേക്കുക. അപ്പൊ ഞാൻ ആരാണ് ഞാൻ കാണിച്ചാൽ അങ്ങോട്ട് വരും പറഞ്ഞിട്ട് ഞാൻ അടിക്കാൻ നിൽക്കുമ്പോ എന്നോട് പറയണേ ഞാൻ പ്രശാന്തനോട് പറഞ്ഞു കൊടുക്കട്ടെ എന്ന്. മുത്തശ്ശിയെ ഇന്നെന്താ പരിപാടി? ഞാനും ഹായ് പറയാ. എന്താ പരിപാടി? എന്താ കുറച്ച് നൂൽപുട്ടിന്റെ ഓർഡർ ഉണ്ട്. 100 കൊടുക്കാണ്ട് ഇഷ്ടമുണ്ട്. കുറച്ച് നേരത്തെ കുട്ടി നോക്കിയാലേ സന്ധ്യപ്പോഴേക്കും ആവുള്ളൂ. അതെ. എത്ര എണ്ണം കൊടുക്കാനുള്ളത്? കൊടുക്കാതെ 100. പിന്നെ 100? ഞാൻ തലറിഞ്ഞൊന്ന് വീണാലോ? അയ്യോ 100 അമ്മ ഉണ്ടോണ്ട് കുഴപ്പമില്ല. ആ പിന്നെന്താ മുത്തശ്ശി? ഇഷ്ടൂല്ലേ? പിന്നെ നൂൽപുട്ട് എന്ന് പറഞ്ഞാ ഇടിയപ്പം. അപ്പൊ ഉണ്ടാക്കി നോക്കിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് 100 കൊടുക്കാൻ വേണ്ടിട്ടേ 3.5 കിലോ പൊടിയാണ് കൊടുത്തിട്ട് കൊറേ ബാക്കിയായി. 100 കൊടുത്തു, നമ്മളൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് മുത്തശ്ശി 2.5 കിലോനാണ് ആക്കിക്കുന്നത്. 100 എന്തായാലും കിട്ടും. പിന്നെ കഷ്ടിയാണ് നമുക്ക് ഇല്ലെങ്കിൽ അപ്പൊ വേഗം കുറച്ചാൽ മതിയോ. പിന്നെ രാത്രി സമയം ഉണ്ടല്ലോ. അപ്പൊ അത് വിചാരിച്ചിട്ട് കുറച്ച് മറ്റു വെറുതെ നാശം. ഇതാണ് പാകം കുഴച്ചത്? അല്ല, അവിടെ ഉരുളി വേറെ അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് കാണിക്കാം മുത്തശ്ശി. ഇതിപ്പോ കുഴിച്ചാൻ വേണ്ടിട്ട് വെച്ചാൽ പിന്നെ ഇതും അല്ലേ? ഇതൊക്കെ എണ്ണ പരത്തി വെച്ചു. ബീച്ച് കൊണ്ടു. ആയിക്കോട്ടെ കത്തിക്കട്ടെ. ഓക്കെ. ഇവിടെ എന്താ മുത്തശ്ശി ഗ്യാസില് ചായ? അല്ല, മുത്തശ്ശിയുടെ സ്പെഷ്യൽ കട്ടൻ ചായ ഉണ്ടോ? പച്ചപ്പട്ടാണിയാണ്. അതാണല്ലേ. അതൊക്കെ ഇടുണ്ടോ? അതും ക്യാരറ്റും ഒക്കെ ഇടാൻ വിചാരിച്ചിട്ടാണ്. അപ്പൊ വേറൊരു വെറൈറ്റി ടേസ്റ്റ്. പിന്നെ അതെല്ലാം മറ്റേ ഇപ്പൊ നാളികേരം മാത്രമാകുമ്പോഴേ. നാളികേരപ്പാലില് മാത്രല്ല ഞാൻ വിചാരിച്ചു നാളികേരത്തിന് വില അധികം. അപ്പൊ കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടായ നാളികേരം നമുക്ക് കുറച്ച് ലാഭിക്കാലോ. ശരി. ഇതൊക്കെയാണ് മുത്തശ്ശിയുടെ ട്രിക്ക്. അതെ ട്രിക്കുകൾ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ. അയ്യോ, കാരണം നമ്മള് ഭംഗി തോന്നും ചെയ്യും. അതെ, പിന്നെ നമ്മൾ ആ റേറ്റ് വാങ്ങണുള്ളൂ. ഇവിടെ കുറച്ച് താന്നോ. അതാ പറഞ്ഞ താന്നണ്ണൂന്ന്. അറിയില്ലല്ലോ. എന്താ മുത്തശ്ശിക്ക് 8ന്റെ പണി കിട്ടി. ഇതാ നോക്കൂ. അതെ, വെള്ളം തിളച്ച് കുറുകി അറിയില്ല. പിന്നെ നോക്കൂ, എല്ലാം നിൽക്കി ചാടിപ്പോയി. വെച്ച് കഴിഞ്ഞാ പിന്നെ ആദ്യം നോക്കാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് ഒന്നും കൂടി തുറന്നു നോക്കിയതാ. അപ്പൊ അത് വെച്ചത് ചെരിഞ്ഞു. അതാ തോന്നുന്നു. ഇപ്പൊ അത് എടുക്കട്ടെ എങ്ങനെയെങ്കിലും. ആദ്യമായിട്ടാണ് ഇപ്പൊ. കൊറേ മുമ്പുണ്ടായിരുന്നു ഇങ്ങനെ അട വെച്ചിട്ട് അങ്ങനെ ഉണ്ടായി. അത് ഈ തട്ടിൽ അങ്ങനെ വരാറില്ല. അതെന്താവോ ഈ തട്ട് അതിനായിട്ട് മാറ്റി വെക്കലാണ്. ഇതിപ്പോ ഇത് ഓഫ് ചെയ്തിട്ട് ആദ്യം വേണ്ടേരും കേട്ടോ. അങ്ങനെ കിട്ടില്ല. അതാണ്ട് കിട്ടില്ല, പൊള്ളും. അതെ, ഇരട്ടി പണിയായി. മുത്തശ്ശി എന്തായി? അതല്ല, നേരത്തെ അതെ. അതെ, 4-3. ഞാൻ കഷ്ടപ്പെട്ട് തിരിച്ചതായിരുന്നു എന്റെ നൂൽപൊട്ടിന്. അയ്യോ, അത് വേണ്ട. ഞാൻ അമ്മയ്ക്ക് അത്ര കൂടുതൽ ഇഷ്ടം തിരിക്കാൻ. ബലമുള്ളതാണ് ടേസ്റ്റ് വരിക. മറ്റേതൊരു ഇഴുക്കം വരും. ഇഴുക്കെന്ന് പറഞ്ഞാൽ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ അല്ലേ മുത്തശ്ശി? എല്ലാവരുടെ നാട്ടിലും ഇഴുക്കെന്ന് പറയണ്ടാവില്ല. കുഴയണേനാണ് ഇഴുക്കം. അതെ. ഇവിടെതാ
പൊട്ടറ്റോ അമ്മായി തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടത്തെ തേങ്ങ അച്ഛൻ ചിരകി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഉരുളിയിൽ ഉണ്ടകൾ ബാക്കി. ഇത് തേക്കയ്യോ ഈ ഉണ്ട ഇല്ലല്ലോ മുത്തശ്ശി. തിരിക്കട്ടെ. അപ്പൊ അതൊക്കെ ഞാൻ തിരിച്ചതാട്ടോ. അപ്പൊ ഉള്ളിയൊക്കെ നല്ലോണം വാടിയില്ല മുത്തശ്ശി? ഉള്ളി വാടി, ക്യാരറ്റ് വാടി, മുളക്, ഇഞ്ചി. അതെ അമ്മേ മുഖം കഴിച്ചു ഞാന്. ആണോ? അമ്മായി മാളൂനെ ഡാൻസിന് കൊണ്ടേക്കാൻ പറഞ്ഞല്ലേ അമ്മ? ഇപ്പൊ വരൂട്ടോ. അച്ഛൻ ഓടുകയാണല്ലോ കുഞ്ഞാവേ. നേരം വൈകി. ആ ആയിക്കോട്ടെ. നൂൽപുട്ടൊക്കെ എണ്ണാണേ. എന്താ അമ്മ ഒച്ച കുറഞ്ഞോ? നൂൽപുട്ടൊക്കെ എണ്ണാണ് കേട്ടോ. കൈ വൃത്തി കഴുകിയതാണ്. ഞാൻ അപ്പൊ അമ്മു ആ ഒരു 3-4 പാത്രം ഒന്ന് കൊണ്ടുപോയി. അതെ കോഴിക്കോട് ഭാഗത്തുള്ളവരാണ്. അതെ അതെ. മുക്കാണോ? മുക്കെന്നാ പറഞ്ഞു. എന്താ അരീക്കോടല്ല, എന്താ സ്ഥലപ്പേര്? അരീക്കോടോ? അരീക്കോട്. അതിനെ കോഴിക്കോടേ മുക്കം. അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷം പറയാതെ ഇരിക്കാൻ പറ്റില്ല. രണ്ടെണ്ണേ പറഞ്ഞു വന്ന് കണ്ട് ഇപ്പൊ 4 കൊണ്ടുപോയി. എനിക്ക് നല്ല ഇഷ്ടായി. ഒക്കെ തൂക്കണ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തൂക്കി തട്ടും. നമ്മള് വിചാരിച്ചേക്കാളും പാത്രം പോയി. അതെ അല്ലെ? 2 പിന്നെ ഇനിയിപ്പോ ഒന്നിനാളെ പറഞ്ഞേക്കാ പറഞ്ഞത് ചരക്ക് അമ്പലത്തേക്ക് വേണ്ടിയും അവർക്ക് വേണ്ട പറഞ്ഞെന്താ വെച്ചാൽ അവരെടുത്തുള്ളതുകൊണ്ടേ ഈ വലുപ്പത്തിൽ തന്നെ അവരുടെ അടുത്തൊന്നും ഇല്ല. ആ ആ ആ അതുകൊണ്ട് അപ്പൊ ഞാൻ നാളെ പറഞ്ഞേക്കാ വണ്ടിയിൽ ആളെ വിടാം പറഞ്ഞിട്ട് അങ്ങനെ പോയി. ആ ആ എന്നാലും നല്ല പെരുമാറ്റട്ടോ വന്നവര് പറയാതിരിക്കാൻ പറ്റില്ല. ചായയൊക്കെ കുടിച്ചു. ചായ ചുക്കുവെള്ളം ചുക്കളെ കുടിച്ചു. ഞാൻ പഴം നോക്കി കൊടുത്തു. പഴം കഷ്ണം കൊടുത്തു. അപ്പൊ ഓരോ കഷ്ണം വലിയ കഷ്ണം. ഊണ് കഴിക്കാതെ വേണ്ട, ഊണ് വേണ്ട. ആ ആ അത് എണ്ണ തികയില്ല. അപ്പൊ കുറച്ചും കൂടി കുഴച്ചു. കഴിഞ്ഞ പ്രാവശ്യം അത്ര എടുത്തിട്ട് കൊറേ ബാക്കി. അതുകൊണ്ടൊന്ന് മുത്തശ്ശി കുറച്ച് കുഴച്ചുണ്ടായിരുന്നുള്ളു. നമുക്കുള്ളതില്ല. അതാണ് ചുരുക്കം പറഞ്ഞ അവർക്കുള്ള കൃത്യ. ആ അതെ അതെ. അപ്പൊ ഏതായാലും നമ്മള് പണിയെടുക്കുമ്പോഴേ നമുക്ക് കൂടെ വേണ്ടേ? കൂടെ ആക്കാലോ. അതമ്മേ മാള് ഇതാ തിരിച്ചോണ്ടിരിക്കണം. മാള് ഡാൻസ് ക്ലാസ് പോയി വന്നതേ ഉള്ളൂ ഇപ്പൊ. അല്ലെങ്കിലേ വയ്യ തിരിക്കാൻ. കുറുക്കിയിട്ടും ഉണ്ടാക്കൂലേ? ആ ഇങ്ങനെ കുറുക്ക് പോലെ തിളച്ചവെള്ളത്തിൽ ഇങ്ങനെ കുറുക്കിയിട്ടുണ്ടാക്കും. മുത്തശ്ശിക്ക് ഇതാ അത്ര എളുപ്പം. മുത്തശ്ശി കുറുക്കൊന്നുമില്ല. കുറുക്കിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കി. മുത്തശ്ശി കുട്ടീനെ ഉരുട്ടിക്കൊണ്ടുണ്ട്. അല്ല ഒരു കാലത്ത് മുത്തശ്ശിയുടെ കുട്ടിയായിരുന്നു.
ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിക്കോട്ടെ പറഞ്ഞിട്ട് വഴറ്റിയതാ മുത്തശ്ശി. ആ അതുകൊണ്ട് മുത്തശ്ശി വഴറ്റി. അല്ല നാളെ ദിവസം അങ്ങനെ ഉണ്ടാക്കിയോ? ഇപ്പൊ ഇതിലൊക്കെ ഇട്ടു ഒന്നുകൂടി നോക്കട്ടെ. ഇത് ഇവിടുന്ന് തന്നെ പൊട്ടിച്ചിട്ട കറിവേപ്പിലയുണ്ട്. നമുക്ക് നല്ല കുറച്ച് നല്ലോണം ഇടാം. പിന്നെ വാസനയും നല്ല സ്മെല്ലായിരിക്കും. ഹോം മെയ്ഡ് കറിവേപ്പിലൊക്കെ. നനക്കിന് തുടങ്ങിയപ്പോ കറിവേപ്പിലൊക്കെ നനക്കി തുടങ്ങി. പറയണേ നല്ല വാസനയും നല്ല സ്മെല്ലൊന്നും രണ്ടൊന്നല്ലേ? അല്ല ചിലപ്പോ ചിലർക്ക് വാസന എന്ന് പറയുമ്പോ എന്തെങ്കിലും എന്തായാലും വെച്ചിട്ട് സ്മെൽ. പിന്നെ വേണ്ടവർക്ക് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മനസ്സിലായിക്കോട്ടെ. ആ സ്മെൽ എന്ന് പറഞ്ഞതാണ്. ഇനി ഇതില് അരപ്പ് കൂട്ടാനായി മുത്തശ്ശി. കൂട്ടുകയായി. അരപ്പ് മുത്തശ്ശി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനാണ് മുത്തശ്ശിക്ക് അരച്ചു കൊടുത്തത്. അന്ന് സഹായിക്കാറൊക്കെ ഉണ്ട്. അതെ 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 കൊറേ അതെ തിരിച്ചു വന്നു. അതെ വലിയൊരു ഉപകാരമായിരുന്നു പറയാനിരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത്യാവശ്യം ഉറപ്പുണ്ടായിരുന്നു. ഇരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴേലും അങ്ങനെയൊക്കെ കേൾക്കും. അപ്പൊ നല്ല വൃത്തിക്ക് റെക്കോർഡ് ചെയ്യട്ടെ. അല്ല അമ്മ ചെയ്ത് ഞാൻ ചെയ്തു അറിയും. ആ അതെ അതുണ്ട് സഹായിക്കാറുണ്ട്. ആ മുത്തശ്ശി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭംഗിയുണ്ട്. കഴിക്കുമ്പോൾ നല്ല സ്വാദും ഉണ്ടോ? അതെ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ഇഷ്ടു. കെട്ടുവോ? ഞാനെന്താ അറിയോ എന്റെ സൗണ്ട് വെച്ചിട്ടാണ്. എരിവ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പൊ നടു കീറിയിട്ട് 2-3 മുളക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെക്കാം. കളിക്കത് പാകത്തിന് റെഡി ആയിക്കോളും. അപ്പൊ നമുക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പണിപ്പുരയിലെ പാചകമെല്ലാം കഴിഞ്ഞു. അതെ ഇന്നത്തെ വീഡിയോ അതെ അന്ന് രാത്രി എന്തായാലും സുഖമായി. അതെ ഗ്യാസിന്റെ അടുത്ത് കഴിഞ്ഞൊന്ന് മേല് കഴുകാണ്ട്. ആ ആ വിളക്കുളത്തണം, നാമം ചെല്ലണം. അതെ പിന്നെ വൈകി കുളത്തിൽ പോകും. ആ നല്ലപടി അതെ. പിന്നെ അച്ഛൻ അമ്പലത്തിൽ പോകുമ്പോ കുളത്തിൽ പോകും. ആ അല്ല ഞാൻ പറയാ അതെ. സന്ധ്യയില്ലേ, സന്ധ്യ ആവാറായി. അപ്പൊ എന്നാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ബൈ.